സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്കായിരിക്കില്ല, പക്ഷേ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ആൻഡ് ഐ ലവ് യു ഓൾ. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, പക്ഷേ ഞാൻ വളരെ റൈറ്റിയസ് ആണ്, ഭയങ്കര സ്പിരിച്വലാണ്. സത്യം പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഫോർ ഇറ്റ്. ഞാൻ 2014 ഓൾമോസ്റ്റ് റൈറ്റ് ഓഫ് ആയിരുന്നു, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2009 ഡയഗ്നോസ് ആയ സമയത്ത് അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഏറ്റവും, ഞാനിപ്പോൾ ഒരു സിനിമയിലൊക്കെ ആയതുകൊണ്ട് ആവാം, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡോക്ടർ വാസ് റെക്കമെൻഡഡ് ടു മീ. ആൻഡ് ഓബ്വിയസ്ലി ഐ ഹാഡ് മൈ ഫസ്റ്റ് കൺസൾട്ടേഷൻ വിത്ത് ഹിം. ദ റീസൺ വൈ ഐ സേ ദിസ് ഇസ് ബിക്കോസ് പണ്ട് തൊട്ടേ ഐ എം സമ്മൺ ഹൂ ഹാസ് എ സ്ലൈറ്റ് പ്രോബ്ലം വിത്ത് എന്താ ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പേരുള്ള സ്ഥലത്ത് ഞാൻ പോകാറില്ല. സോ പേരുള്ള ഡോക്ടർ വന്നപ്പം ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊന്നും ഒരു സമയം എനിക്ക് ഒരുപാട് സമയം തരാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയില്ല. ഒരു ലെറ്റസ് റഷ് ഹർ ഇൻ ടു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു അപ്രോച്ച്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ. ഐ നോ ദറ്റ് ഐ എം ഹാർഡ്ലി ഏബിൾ ടു ബ്രീത്ത്, ബിക്കോസ് എനിക്ക് ആ സമയത്ത് സിവിയർ ആയിട്ട് ആസ് എ സിംറ്റം ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ടോൾഡ് ദം ദാറ്റ് I want a doctor who can first be by my bed when I'm taking my first chemo. Bedside manner എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് amongst doctors. And I think that is where you get that care, where you get that attention is where you need to be and under whom you need to be treated. So ഇത് എന്നും നിങ്ങൾ ആലോചിക്കുക, എന്നും ഓർക്കുക. കാരണം ക്യാൻസർ നമ്മുടെ വാതിൽക്കൽ തട്ടുന്നത് വരെ സത്യം പറഞ്ഞാൽ ആരും ആഴത്തിൽ അതിൻ്റെ കോംപ്ലെക്സിറ്റീസിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഐദർ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ നോട്ട് ഈവൻ ടു എൻ എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പർ, ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ടു എൻ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ, ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ ബിസി വി ഓൾ ആർ ടുഡേ. ആൻഡ് ദ മോർ ബിസി യു ഗെറ്റ്, the more stress-related disease you get. And stress basically causes inflammation in your body. Inflammation is one of the key factors that creates the perfect environment for cancer to thrive in your body. നമ്മുടെ എല്ലാവരുടെയും ബോഡീസിൽ ക്യാൻസർ സെൽസ് ഉണ്ടെന്ന് പറയുന്നത്, പക്ഷേ യു ഹാവ് T cells which actually fight it. So you can, ഞാൻ എപ്പോഴും there are a lot of people who ask me, മമതയുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്? അപ്പം ഞാൻ എപ്പോഴും പറയും ഐ എം വെൽ എന്നല്ല പറയാം. സേ ഇറ്റ്സ് ഇൻ കൺട്രോൾ, ഇറ്റ്സ് ഇൻ മൈ കൺട്രോൾ. മൈ ഹെൽത്ത് ഇസ് ഇൻ മൈ കൺട്രോൾ. ആൻഡ് അത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ യുവർ മെൻറ്റൽ ഹെൽത്ത്. സോ മെൻറ്റൽ ഹെൽത്ത് ഇസ് സംതിങ് വിച്ച് ഇസ് റിയലി എന്താ പറയുക, വളരെ ലെസ് ഡിസ്കസ്ഡ് ആണ്. മെൻറ്റൽ ഹെൽത്തിൻ്റെ വന്നുകൊണ്ടിരിക്കുന്നു, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും ദർ ആർ ലോട്ട് ഓഫ് സ്റ്റിഗ്മാസ് അസോസിയേറ്റഡ് വിത്ത് how people approach someone with a terminal disease, and also how the patient themselves, ആ പേഷ്യൻ്റ് തന്നെ എങ്ങനെ അത് എടുക്കുന്നു, അതേത് സ്പിരിറ്റിൽ എടുക്കും. നമ്മൾ പറയില്ലേ നല്ല സ്പിരിറ്റിൽ എടുക്കണം എന്ന്. നല്ല സ്പിരിറ്റിൽ എടുക്കുന്നൊരു ന്യൂസ് അല്ല ശരിക്കും ക്യാൻസർ ഡയഗ്നോസിസ്. പക്ഷേ ഹൗ ഡു യു കൺവേർട്ട് ദിസ് വീക്ക്നെസ് ഇൻ ടു യുവർ സ്ട്രെങ്ത് എന്നുള്ളത് അത് നിങ്ങളുടെ കൺട്രോളിലാണ്. ഓക്കെ, ഐ സീ സം എഗ്രീയിങ് ഫേസസ്, കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നതാണ് എൻ്റെ dad and mom. പിന്നെ സോമൻ, my wingman, he's here with me today. So ഞാൻ ഈ ഓഡിയോ വിഷ്വൽ നിങ്ങളിവിടെ ചെയ്ത പ്രസൻറ്റേഷൻ്റെ കുറേ വിഷ്വൽസ് കാണുമ്പം, എസ്പെഷ്യലി മൈ ബോസ് ഇൻ 2 countries, നിങ്ങളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച സിനിമകളല്ലേ അല്ലേ? പക്ഷേ അതിൻ്റെയൊക്കെ ഒരുപാട് ഘട്ടത്തിൽ പക്ഷേ 2009 ഡയഗ്നോസിസ് ആയതിനു ശേഷം ഒരു ലോങ് ജേർണി വിത്ത് ക്യാൻസർ ഉണ്ടാകുമ്പം വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് ഇസ് you start having short-term side effects are very easy to deal with. Then you start getting long-term side effects. Then you don't even know. ഞാൻ ഡയഗ്നോസ് ആയ സമയത്ത് I was so young. I was just 23 years old. So it was tough to, എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് മൂഡി ആയിട്ടിരിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. സോ there are some long-term side effects that you need to think about. Lot of things like how the impact, നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, എസ്പെഷ്യലി റേഡിയേഷൻ,
how it impacts you 5 to 6 years later. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻസിനെ എഫക്റ്റ് ചെയ്യാം, നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി എഫക്റ്റ് ചെയ്യാം. സോ യു നീഡ് ടു ബി അവെയർ ഓഫ് ദീസ് തിങ്സ്. ഞാൻ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് എൻട്രി ചെയ്തപ്പം ഐ വാസ് ജസ്റ്റ് സർപ്രൈസ് ടു സീ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഹോസ്പിറ്റൽ ഇസ്. ഇറ്റ്സ് ഹ്യൂജ് ആൻഡ് എല്ലാ ഫെസിലിറ്റിയോടെ എന്ന് വെച്ചാൽ ന്യൂക്ലിയർ മെഡിസിൻ അടക്കം ഉള്ള ഫെസിലിറ്റീസ് ഉള്ളൊരു ഹോസ്പിറ്റലാണിത്. So when you have the support of a church that is willing to do such amazing contribution, such amazing work to make this easier for you, നിങ്ങൾ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ സ്ട്രെസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഈസി ആക്കി തരാൻ പോകുന്ന ഒരു പദ്ധതി അതും കൂടെ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. Do you know what the most important thing about what is the most important thing that people tell you when it comes to cancer? അറിയാവോ? What makes handling cancer easier in the long run? No, not finance. അതൊക്കെ പിന്നെ വരുന്നതല്ലേ. Early diagnosis ആണ്. Really is. Because don't underestimate it. The earlier you diagnose it, it's very hard. ഒന്നാമത് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത is നിങ്ങൾക്ക് ഡിസീസ് ഉള്ള ഭാഗത്തൊന്നുമല്ല ഇതിൻ്റെ സിംറ്റം കാണിക്കുക. മനസ്സിലായോ? അപ്പം എന്ത് പറ്റും വെച്ചാൽ യു വിൽ ഹാവ് എ റോങ് ഡയഗ്നോസിസ്. അത് വേറെ ഏതെങ്കിലും ഒരു ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്തെങ്കിലും സ്കിൻ ഡിസീസിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റും പ്രിസ്ക്രിപ്ഷനും എഴുതി തരും. ഇതിലൊക്കെ യു സ്റ്റാർട്ട് ലൂസിങ് എ ലോട്ട് ഓഫ് ടൈം. സോ ട്രൈ ടു എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് if you have any problem with your health in terms of small signals that your body is trying to send out to you. ചെറിയ രീതിയിലായിരിക്കും ബോഡി ചിലപ്പം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ തിരക്ക് പിടിച്ച് നിങ്ങൾ ഓട്ടത്തിലാണല്ലോ, എല്ലാവരും ഇപ്പോൾ ഓട്ടത്തിലാണല്ലോ. സോ ഇതിനിടയിൽ ചെറിയ സിഗ്നൽസേ നിങ്ങളുടെ ബോഡിക്ക് തരാൻ പറ്റുള്ളൂ ചില സമയത്ത്. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ കുറച്ച് ആഴത്തിലുള്ളതായിരിക്കും. സോ ഏർലി ഡയഗ്നോസിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം മച്ച് മോർ ഫേവറബിൾ ആയിരിക്കും. The earlier you diagnose, once you get treated, the lesser chances of a secondary cancer or even a relapse. So be aware of this. ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പദ്ധതികൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. ലേഡീസ് പ്രത്യേകിച്ച് 35 കഴിഞ്ഞ ലേഡീസ്, ഐ ഹൈലി എൻകറേജ് ഓൾ ഓഫ് യു ടു ഗെറ്റ് once in a year ചെയ്താൽ മതി ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്, മാമോഗ്രാം. ഫസ്റ്റ് ബിഗിൻ അറ്റ് ഹോം, ഒരു സെൽഫ് ഡയഗ്നോസിസ്. ആൻഡ് അതിനെക്കുറിച്ച് ഇന്ന് ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾ വേണ്ടതും വേണ്ടാത്ത വീഡിയോസ് യൂട്യൂബിലിരുന്ന് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ട വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. ഐ തിങ്ക് മലയാളീസ് ആർ റിയലി ഗുഡ് അറ്റ് ടേക്കിംഗ് കെയർ ഓഫ് എസ്പെഷ്യലി ഹെർബൽ ട്രീറ്റ്മെൻറ്റ്സൊക്കെ വി ആർ റിയലി ഗുഡ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. എൻ്റെ ട്രൂ ഹീറോസ് എന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് തന്നെയാണ്. ആൻഡ് എസ്പെഷ്യലി ദ nursing staff, you guys are the best. Because of course patients doctors നമ്മളെ കണ്ടിട്ട് പോകും, പക്ഷേ nurses they are the ones who spend day and night with you. പിന്നെ നേഴ്സസിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എനിക്കറിയാം, കീമോ വാർഡ്സിൽ പോകുമ്പോൾ, ട്രാൻസ്പ്ലാന്റ് വാർഡ്സിൽ പ്രത്യേകിച്ച് പോകുമ്പം പ്ലീസ് ഹാവ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. കാരണം അവർ ഓൾമോസ്റ്റ് 30-35 days ആണ് ഐസൊലേഷനിൽ കിടക്കുന്ന പേഷ്യൻസ് without being able to see their family, right? So please wear that smile on your face all the time. Thank you for being, നിങ്ങൾ വെറുതെ അല്ല നിങ്ങളെ മാലാഖകൾ എന്ന് വിളിക്കുന്നത്. So that's really, that really applies to you and nobody else. And സിനിമയിൽ പലവരും ഈ ഹീറോയിൻസ് മറ്റേ നിങ്ങളൊക്കെ അവരുടെ ഫാൻസാണ്. എൻ്റെ ട്രൂ ഹീറോസ് ഈ സേവനം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. People who are really in service. I think even small business owners in Kerala, they call themselves, what they're doing, കാശിന് വരും, പക്ഷേ ഒരു ആക്ട് ഓഫ് സർവീസ് ആണ്. ഈ നാട്ടിൽ കുറേ കാര്യങ്ങൾ നടത്താൻ ശരിക്കൊരു വലിയ മനസ്സ് തന്നെ വേണം. സോ I've most often seen private firms doing a lot more service and being able to reach a lot more people than most government bodies do. So keep up the good work.
thank you so much to all the religious organizations that are contributing to the welfare of this hospital and to the growth of this hospital. I thank you on behalf of all the people who are, fighting cancer. And to everyone over here, may you never get this dreaded disease. But please know that even if you are diagnosed with cancer one day, advancements in treatments are amazing. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ദ ഫ്യൂച്ചർ ഓഫ് ക്യാൻസർ. എനിക്കറിയാം ഇതിനൊക്കെ എവിടെയോ ഒരു ക്യൂർ ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് ഇൻ ദ വർക്ക്സ്. ബിക്കോസ് ഞാനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഫോർ ഇറ്റ്. ഞാൻ 2014 ഓൾമോസ്റ്റ് റൈറ്റ് ഓഫ് ആയിരുന്നു. പക്ഷേ ഒരു മിറക്കിൾ പോലെയാണ് US ഒരു ക്ലിനിക്കൽ ട്രയൽ ഓഫ് എ വെരി ന്യൂ ഇമ്മ്യൂണോതെറപ്പി ഡ്രഗ് കോൾഡ് നിവലുമാബ് എനിക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. ദാറ്റ് ടു ബീങ് നോൺ അമേരിക്കൻ, ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. സോ തീർച്ചയായിട്ടും എവിടെയോ ദൈവം എനിക്ക് വഴി കാണിച്ച് തന്നത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, പക്ഷേ ഞാൻ വളരെ റൈറ്റിയസ് ആണ്, ഭയങ്കര സ്പിരിച്വലാണ്, സത്യം മാത്രമേ പറയുള്ളൂ. എൻ്റെ ദൈവം ആ സത്യത്തിലാണ് ഇരിക്കുന്നത്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അന്ന് എനിക്ക് ആ ഒരു പുതിയ ഡോർ, ഒരു ഫോഴ്സ് ഓപ്പൺ ചെയ്ത് തന്നുകൊണ്ടാണ്. അതർവൈസ് ഐ വുഡൻറ്റ് ബി ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ടുഡേ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്കായിരിക്കില്ല, പക്ഷേ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ആൻഡ് ഐ ലവ് യു ഓൾ. ഐ വാണ്ട് യു സോ ട്രൈ ടു ബി ദാറ്റ് ഫോർ അനദർ പേഴ്സൺ എവറി ഡേ. ആൻഡ് റിമെമ്പർ ടു ലിവ് ഈച്ച് ഡേ ഓഫ് യുവർ ലൈഫ് ഇൻ ഗ്രാറ്റിറ്റ്യൂഡ്. Okay? So with that, I stop my words. Thank you so much for having me here.